അങ്ങനെ 2 പ്രധാനപ്പെട്ട മത്സരങ്ങളാണ് ഇന്ന് പ്രീമിയർ ലീഗിൽ നടന്നത്. ചെൽസി ബ്രൈറ്റനെ 2-1 പരാജയപ്പെടുത്തി. മറ്റൊരു മത്സരത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ന്യൂകാസിൽ യുണൈറ്റഡിനെ 3-2 തോൽപ്പിച്ചുകൊണ്ട് ഒരു മികച്ച പെർഫോമൻസ് കൊടുത്തു എന്ന് പറയേണ്ടി വരും. വെൽക്കം ടു മല്ലു ഫുട്ബോൾ. ഇപ്പൊ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഇന്ന് 2 മത്സരങ്ങളും ഒരേ സമയത്താണ് നടന്നത്. ഞാൻ ചെൽസി മത്സരത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. പിന്നീട് പതുക്കെ ന്യൂകാസിൽ വേഴ്സസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മത്സരമാണ് ഫോളോ ചെയ്തിട്ടുള്ളത്. കിഡിലൻ മാച്ചായിരുന്നു. 2 ടീമുകളും അടിപൊളിയായിട്ട് തന്നെ കളിച്ചു. ഇപ്പൊ സ്റ്റാറ്റൊക്കെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ന്യൂകാസിൽ 21ഓളം ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തപ്പോൾ തൊട്ടു പിറകിലായിട്ട് യുണൈറ്റഡ് ഉണ്ട്. 17 ചാൻസുകളോടെ നല്ലൊരു പെർഫോമൻസ് അവരും കാഴ്ചവെച്ചു. ഇരു ടീമുകളും 8 ഷോട്ടുകൾ ടാർഗറ്റിലേക്ക് എത്തി. 2 ഗോൾ കീപ്പർമാരും 5 സേവുകളോടെ ഒരു മികച്ച പെർഫോമൻസ് മുന്നോട്ട് വെച്ചു എന്ന് പറയേണ്ടി വരും. ഇപ്പൊ കഴിഞ്ഞ മത്സരത്തിൽ നമ്മൾ കാസമിറോയെ വളരെയധികം ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ പെർഫോമൻസ് അങ്ങനെ ആയിരുന്നു. പക്ഷെ ഇന്ന് ഒരു ഡീസന്റ് പെർഫോമൻസ് ആണ് പുള്ളിയുടെ സൈഡിൽ നമ്മൾ കണ്ടത്. അത് മാത്രമല്ല, യങ്സ്റ്റേഴ്സ് ഒക്കെ നന്നായിട്ട് തന്നെ സ്റ്റെപ്പ് അപ്പ് ചെയ്യുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. ഫസ്റ്റ് ഹാഫിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരു ടീമുകൾക്കും ചാൻസുകൾ ഉണ്ടായിരുന്നു. ഇന്ന് ന്യൂകാസിൽ ഒരുപാട് ചാൻസ് മിസ് ചെയ്തു. ടാപ്പിൻ ഓപ്പർച്യൂണിറ്റി ഒക്കെ എങ്ങനെയാണ് മിസ് ചെയ്തതെന്ന് ഒരു ഐഡിയ ഇല്ല. സെക്കൻഡ് ഹാഫിൽ ആൽമിറോണൊക്കെ ജസ്റ്റ് കാല് വെച്ച ബോക്സിനകത്ത് കയറുന്ന ചാൻസ് ഒക്കെ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല, 1-on-1 ചാൻസ് ഉണ്ടായിരുന്നു. പിന്നീട് വേണമെങ്കിൽ ഒരു പെനാൽറ്റി ഷൗട്ട് ന്യൂകാസിലിന് ഫേവറിൽ ഉണ്ടായിരുന്നു. ഇതൊന്നും കൺവേർട്ട് ചെയ്യാൻ അവർക്ക് കഴിഞ്ഞില്ല. അത് തന്നെയാണ് ഈ ഒരു പരാജയത്തിന്റെ പ്രധാനപ്പെട്ട കാരണവും. ഇപ്പൊ 31ാമത്തെ മിനിറ്റിൽ കോബി മൈനോ ആണ് ബോക്സിലേക്ക് വന്ന ഒരു പന്ത് കൃത്യമായിട്ട് കൺട്രോൾ ചെയ്ത് ഒരു പ്ലേസ്മെന്റ് ഷോട്ടിലൂടെ 1-0 ലീഡിലേക്ക് എത്തിക്കുന്നത്. ഈ സമയത്ത് ന്യൂകാസിലെ ഡിഫൻസ് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ബോൾ വാച്ചിങ് ആയിരുന്നു. ആരും ഇങ്ങനെയൊരു പൊസിഷനിൽ നിൽക്കുന്ന കോബി മൈനോട് അടുത്ത് പോലും കണ്ടില്ല. കൃത്യമായിട്ട് ഫിനിഷ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ഷോട്ടായിരുന്നു. അങ്ങനെ ഫസ്റ്റ് ഹാഫിൽ 1-2 ഹാഫ് ചാൻസുകളൊക്കെ ന്യൂകാസിലെ സൈഡിൽ നിന്ന് വന്നു. പക്ഷേ അത് കൺവേർട്ട് ചെയ്യാൻ അവരെ കൊണ്ട് കഴിഞ്ഞില്ല. സെക്കൻഡ് ഹാഫിന്റെ ആദ്യ ഘട്ടത്തിൽ തന്നെ ആന്റണി ഗോർഡൻ സ്കോർ ചെയ്യുന്നു. അങ്ങനെ 1-1 ന്യൂകാസിൽ മാച്ചിലേക്ക് തിരിച്ചു വരികയാണ്. എന്നാൽ അധികം വൈകാതെ നമ്മൾ കാണുന്നത് അമാദിന്റെ കാലിൽ നിന്നുണ്ടായ ഒരു ബുള്ളറ്റ് ഷോട്ട് തന്നെയാണ്. എനിക്ക് തോന്നുന്നു ആന്റണിക്ക് പകരം അമാദിന് കൂടുതൽ ഓപ്പർച്യൂണിറ്റികൾ കൊടുക്കേണ്ട സമയം അതിക്രമിച്ചു എന്ന് പറയേണ്ടി വരും. കാരണം പുള്ളി ചില ഗ്ലിംസ് ഒക്കെ കാണിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നന്നായിട്ട് തന്നെ ഡെവലപ്പ് ചെയ്യാൻ ചാൻസ് ഉള്ള ഒരു യങ്സ്റ്റർ ആണ്. അടിപൊളി ഷോട്ടായിരുന്നു. ഗോൾ കീപ്പർക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ 2-1 ലീഡിലേക്ക് യുണൈറ്റഡ് എത്തുകയും ചെയ്തു. പിന്നീട് സബ്സ്റ്റിറ്റ്യൂഷനിലൂടെ ഹോയ്ലാൻഡ് വന്നു. ഹോയ്ലാൻഡിന്റെ കയ്യിൽ നിന്ന് വളരെ ചീക്കി ആയിട്ടുള്ള ഒരു ഗോളാണ് നമ്മൾ കണ്ടത്. 2 പേരെ ബോക്സിൽ നിന്ന് ഡ്രിബിൾ ചെയ്ത് റൈറ്റ് വിങ്ങിലേക്ക് കൊണ്ടുപോകുന്നു. ഒരാളെ നഡ്മേഗ് ചെയ്തുകൊണ്ട് കൃത്യമായിട്ടുള്ള ഒരു ഷോട്ട്. ഗോൾ കീപ്പർ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു ഷോട്ട് തീരെ എക്സ്പെക്ട് ചെയ്യാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ അത് കൃത്യമായിട്ട് ബോക്സിലേക്ക് എത്തുകയും ചെയ്തു. അങ്ങനെ 3-1 ലീഡിലേക്ക് യുണൈറ്റഡ് വരികയും ചെയ്തു. പിന്നീട് ഇഞ്ചുറി ടൈമിൽ ലൂയിസ് ഹാളിന്റെ ഒരു ബ്രില്യൻ ഷോട്ട് ഔട്ട്സൈഡ് ദ ബോക്സ് വരുന്നു. അമാദിന്റെ ഷോട്ടിനെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിലുള്ള മറ്റൊരു ഷോട്ടാണ് നമ്മൾ കാണുന്നത്. ഈ സമയത്ത് എനിക്ക് തോന്നുന്നു ഉനാന ബ്ലൈൻഡ് സൈഡിലായിരുന്നു. പുള്ളിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ 3-2 കളി അവസാനിക്കുകയും ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ചെൽസിക്ക് ലോട്ടറി അടിച്ച സിറ്റുവേഷൻ ആണ്. കാരണം ന്യൂകാസിൽ പോയിന്റ് ഡ്രോപ്പ് ചെയ്തു. 5 മത്സരങ്ങളിൽ 4 വിജയിച്ചുകൊണ്ട് ചെൽസിയുടെ ഒരു ജൈത്രയാത്രയാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ 60 പോയിന്റോടെ അവർ 6ാം സ്ഥാനത്ത് വന്നു കഴിഞ്ഞു. ഇനി വരാൻ പോകുന്ന മത്സരത്തിൽ 1 പോയിന്റ് സ്വന്തമാക്കി കഴിഞ്ഞാൽ അടുത്ത സീസണിൽ യൂറോപ്പ് ലീഗ് കളിക്കാൻ ചെൽസി റെഡിയാണെന്ന് പറയുന്ന ഒരു പെർഫോമൻസ് ആണ് നമ്മൾ കാണുന്നത്. ഇന്ന് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രൈറ്റന്റെ ഫൈനൽ തേർഡ് വളരെ പൂറായിരുന്നു. കിട്ടിയ ചാൻസുകളൊന്നും അവർക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റിയില്ല. കോൾ പാമർ ഓരോ മത്സരം കഴിയുന്തോറും ഞെട്ടിപ്പിക്കുന്ന പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. ഇന്ന് പുള്ളിയുടെ ഒരു ഹെഡർ ഉണ്ടായിരുന്നു. ബ്രില്യൻ ഹെഡർ എന്നൊക്കെ പറഞ്ഞാൽ അതിന് വേറൊരു വേർഡില്ല. കാരണം അത്രയ്ക്കും സ്പീഡോടെ പ്രിസിഷനോടെയുള്ള ഒരു ഹെഡറാണ് കോൾ പാമറെ സൈഡിൽ നിന്ന് കാണുന്നത്. സെക്കൻഡ് ഹാഫിൽ എൻകുക്കു സ്കോർ ചെയ്യുന്നു. അങ്ങനെ കൃത്യമായിട്ട് 2-1 വിജയിച്ച ചെൽസി ടീമിനെയാണ് നമ്മൾ കണ്ടത്. ഇവിടെ റീസ് ജെയിംസിന് റെഡ് കാർഡൊക്കെ കിട്ടി. പുള്ളിയുടെ റിഫ്ലക്സ് ആക്ഷൻ എന്ന് പറയേണ്ടി വരും. അങ്ങനെ പുള്ളി അടുത്ത മത്സരം കളിക്കാനാവാതെ ചിലപ്പോൾ പുറത്തേക്ക് പോകേണ്ട സിറ്റുവേഷൻ വരും. എന്തായാലും ഒരു നല്ല റിസൾട്ടാണ് ചെൽസിയെ സംബന്ധിച്ചിടത്തോളം. അടുത്ത മത്സരം വിജയിച്ചുകൊണ്ട് യൂറോപ്പ് ലീഗിലേക്ക് എത്തും എന്നുള്ള പ്രതീക്ഷയോടെ നിങ്ങളുടെ കമന്റ് താഴെ അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.